ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ മൈക്ക് കുത്തൊക്കെ വിളിച്ച് ഏറെ ദിവസത്തെ വീട്ടിലെ ദിനങ്ങൾക്ക് ശേഷം കൂടി പറയാനായിട്ടൊന്നും ഞാൻ ഷാജി പപ്പനായിരുന്നു, നടുവിന് ചെറിയ പിടുത്തം പിടിച്ചിട്ടുണ്ട്. ഓക്കെ, ഏറെ ദിവസത്തെ വീട്ടിലെ നിൽപ്പിന് ശേഷം നമ്മൾ വീണ്ടും തിരിച്ച് എറണാകുളത്തേക്ക് പോവുകയാണ്. പറയാനായിട്ടതൊന്ന് 1-2 ആഴ്ച വെറും 3 ദിവസം നിന്നതിന് ശേഷം ഞാൻ വീണ്ടും തിരിച്ച് എറണാകുളത്തേക്ക് പോവാണ്. സോ എറണാകുളത്തേക്ക് പോകുന്നത് മാത്രമല്ല, അതിൻ്റെയൊക്കെ വേറെ ടെസ്റ്റ് ഉണ്ട്, ഫേഷ്യൽ ടെസ്റ്റ് ഉണ്ട്. അതെന്താണെന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. എന്നെ കൂട്ടാൻ വേണ്ടിയിട്ട് നിതിനും വന്നിട്ടുണ്ട്. ആണാ വന്നൊരെണ്ണം മറ്റേ നമ്മളെ അവൻ നിനക്ക് ഇഷ്ടപ്പെട്ട ചലിക്കാം വാ, വി ആർ ലേറ്റ്. എൻ്റെ പുതിയ വണ്ടി ബൈക്കല്ല. ഓക്കെ, നമ്മളെന്തായാലും ചലിക്കട്ടെ. ഓക്കെ, ചലിച്ച് പോകണമെങ്കിൽ ഞാൻ നമ്മളെ ടെസ്റ്റ് നടക്കുന്ന സ്ഥലത്തേക്ക് ആദ്യമേ പോട്ടെ. ഗൈസ്, ആ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനിറ്റ്, ഞാൻ ഈ മൈക്കുന്നടുത്ത് ഇങ്ങോട്ട് കൊടുത്തട്ടെ, എന്നാലേ നിതിനും കൂടെ സംസാരിക്കാൻ പറ്റത്തില്ല. ഇല്ല, നീ സംസാരിക്കണടാ, ഇതിനെ എന്താണ് ടെസ്റ്റ്? അല്ല, ഇവൻ എന്തിനാ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയ്യോ ഇവനവിടെ എറണാകുളത്ത് ഉണ്ടായിരുന്നു. എറണാകുളത്ത് വന്നതാണ്, ബാംഗ്ലൂരിൽ നിന്ന് എറണാകുളത്ത് നിന്ന് പിന്നെ വീട്ടായിട്ട് വന്ന്. വേറെ ഒന്നുമല്ല, നമ്മൾ ടാറ്റു അടിക്കാൻ പോയാണ്. നമ്മളല്ല നീ, സോറി, നമ്മൾ കപ്പിൾ ടാറ്റു ഞാൻ അടിക്കാൻ പോണേന്ന്. അപ്പം വെറൈറ്റി ഡിസൈൻ പണ്ടത്തെ ടാറ്റു നിങ്ങൾ കണ്ടിട്ടില്ലല്ലോ. ആൾ വെറൈറ്റി സാധനമാണ്. എനിക്ക് മാത്രമേ ഉള്ളൂ, അതേ പറഞ്ഞത്. അപ്പം എനിക്ക് മാത്രമല്ല, അപ്പം അത് ഫോക്കസ് ആണെന്ന് ചില സമയത്ത് ഫോക്കസ് ഔട്ട് ആയി പോയിക്കൊണ്ടത്. അപ്പം എനിക്ക് മാത്രമായിട്ട് യൂണീക്കായിട്ടുള്ള സാധനം, ഞാൻ കിട്ടുന്ന സാധനം സെറ്റ് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ല. ഇവര് തന്നെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് ഇവർ മനസ്സിലായത്. അങ്ങനത്തെ ഒരു സാധനമാണ്. അപ്പം നമ്മൾ വന്നിരിക്കുന്ന സ്ഥലം ബീ ടാറ്റു അല്ലടാ, ബീ ടാറ്റു. ഞാനത് വല്ല ഒരു സ്റ്റുഡിയോ സെറ്റപ്പ് ആയിരിക്കും പറഞ്ഞാൽ വലിയ വന്നപ്പോഴത്തേക്കല്ലേ അറിഞ്ഞത്. അവൻ്റെ സ്വന്തം വീട്ടിൽ അവൻ തന്നെ ഒരു സ്പേസ് റെഡിയാക്കിയിട്ട് എന്താ, സ്വന്തം വീട്ടിൽ തന്നെ സ്പേസ് റെഡിയാക്കി അവിടെ തന്നെ എല്ലാം സെറ്റ് വെച്ചിരിക്കുക. കൊള്ളല്ലേ ഇതിനെ? നിനക്കും കൊള്ളാം. ഞാൻ അറിയില്ല. ഒരു ഹോംലി അപ്പിയറൻസ്, നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്ന അപ്പിയറൻസ് ഉണ്ട്. അപ്പോൾ നമ്മളെ ടാറ്റു പ്രിന്റ് അടിക്കാൻ പോണേന്ന്. ഇത് ഞെട്ടൂലടാ കണ്ടു കഴിഞ്ഞാൽ? എനിക്ക് നിന്റെ കൈ കണ്ടിട്ട് ഞെട്ടിയാൽ മതി, വേറെ ഒന്നും വേണ്ട. ഓക്കെ, സെറ്റായി. ആ പടത്തിലുള്ള പോലെ ആണെന്ന് കൊള്ളാം. പ്രിന്റിലുള്ള പോലെ അടിപൊളിയായി. അപ്പം എന്തെങ്കിലും പ്രിന്റ് എടുക്കണേന്ന് എക്സൈറ്റ്മെന്റ് ഉണ്ട്. ഞാൻ കുറെ നാളെ ആഗ്രഹിക്കാൻ ടാറ്റു അടിക്കുന്ന മോഹവുമായി ഞാൻ വന്നത് ബീ ടാറ്റു. ബീറ്റാറ്റിന്റെ മുതലാളി അവനോട് പണിയെടുക്കുമ്പോൾ അതാണ് ബീറ്റാറ്റ്. കയ്യിലും അടിക്കാൻ പോണം, കയ്യിലടിക്കാൻ പോണത്. ഇപ്പത്തെ കൈ അടിച്ചപ്പോ റൗണ്ട് കളിച്ചിട്ട് 2 സിലിറ്റുമ്പത്തേക്കും കഴിഞ്ഞു. പക്ഷെ ഇത്രയും നിഷ്ക്രൂരമായൊരു സാധനം അടിക്കാൻ പോണോ? നിനക്ക് പേടിയുണ്ടോ? നിനക്കാണ് നിന്റെ മുഖത്ത് പേടിയുണ്ടോ? നിന്റെ മുഖത്ത് നല്ല പേടിയുള്ളോട്ട് എനിക്ക് തോന്നുന്നു. എനിക്ക് പേടിയൊന്നുമില്ല, എന്റെ മുഖത്താണ്. നിനക്കല്ലേ വല്ല പറ്റിയതല്ല. ഞാൻ വല്ല അയ്യോ, വിയർക്കാൻ പാടില്ല, കളിക്കാൻ പാടില്ല, കുളിക്കാൻ എന്തൊക്കെ ചെയ്യാൻ പാടില്ല, വിയർക്കാൻ പാടില്ല. ഓക്കെ, നമ്മൾ തുടങ്ങാൻ പോകും. എന്തൊക്കെയോ ടൂളെടുക്കുന്നുണ്ട്. ഗൈസ്, ബാക്കിലൊരു ചിറകുണ്ട്. അതെന്താ ചിറകെന്നറിയാമോ? എൻ്റെ പോകാൻ പോകുന്ന കിളികളിലെ ചിറകാണ്. പ്രിപ്പറേഷൻ ചെയ്തിരിക്കുക. അവർ ടേക്ക് ഓഫ് റെഡിയായിട്ട് നിൽക്കുന്നു. കുറച്ച് പേര് കിളി ഇവിടെ നിന്നൊക്കെ പോണ കാണാം. ക്യാമറാമാന് മാത്രം പേടിയും ഞാൻ മുഖത്ത് കാണുന്നുണ്ട്. ഓക്കെ അമ്പോ, സൂചിയാണല്ലേ? എനിക്കൊരു ചെറിയൊരു പേടിയുണ്ട്. മറ്റേ ആനന്ദനൊന്ന് സൂചി പേടി, സൂചി മോൾ. ഇപ്പം നല്ല സുഖമുണ്ട് കേട്ടോ, നല്ല തണുപ്പൊക്കെ. സോപ്പിട്ട്
ഇല്ല, ഇങ്ക് ഒഴിക്കാൻ. ഇങ്ക്, ടാറ്റു ഇങ്ക്. പക്ഷെ മെയിൻ സാധനം വന്നിട്ടില്ല. സൂചി നമ്മളായിട്ട് കാണാം. സൂചിയൊക്കെ എടുത്ത് തന്നിട്ടുണ്ട്. ബോധം പോയില്ലെങ്കിൽ കാണാം. തുടങ്ങാം. സൗണ്ട് കേട്ടിട്ട് എന്തോ പോലെ കുത്തിക്കൊള്ള. എന്ത് കൊള്ളാടോ കൊള്ള. ഇത് എന്തായാലും നല്ല ടൈം എടുക്കും. ബിക്കോസ് നല്ല വേദനയുണ്ട്. സാരമില്ലടാ, ഈ വേദന സഹിക്കണത് വേദനത്തിനും വേണ്ടി അല്ലല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. എൻ്റെ മുടി നല്ല സുഖമുണ്ട്. നിന്റെ കൈ എന്താ പറക്കണത്? എൻ്റെ അല്ലേ ഇതാകുന്നത്. ഓടപട്ടി. ആരാധികേ മഞ്ഞവീയം മഴയഴുകിൽ നോറലയോ കാത്തതിന്ന വൈറയെ നീ എന്ന് പോകിലും. നല്ല സുഖമുണ്ട്, നല്ല സുഖം. നല്ല ആ ഒട്ടും വേദനയില്ലാത്ത ഭാഗത്താണ് ഞാൻ ടാറ്റു അടിച്ചിട്ടിരിക്കുക. ആ കുത്തിക്കഴിഞ്ഞെടുക്കുന്നത് ഒരു ഫീലുണ്ട്. ഞാൻ ഇതൊക്കെ ഫിനിഷ് ആക്കിയിട്ട് വിടാം. ഇല്ലെങ്കിൽ എനിക്ക് ജാഗ്രത കരയണമെങ്കിൽ കാണേണ്ടി വരും. പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. ടാറ്റു ഇപ്പം റിവീൽ ചെയ്യരുത്. നിന്റെ അഭിപ്രായം പറയാം, എങ്ങനെയുണ്ട്? എൻ്റെ അഭിപ്രായത്തിൽ പടത്തിക്കെട്ടല്ലോ സാധനമുണ്ട്. വേറെ അതൊക്കെ പ്രതീക്ഷിക്കും. പക്ഷെ എന്നാലും ഇത് നൈസാണ്. ഇത് നൈസ് സാധനമാണ്. നമ്മൾ അതിനിപ്പം നമ്മള് ഇവനിക്കൊരു ഒരു ഡിസൈൻ മാത്രമേ, ഒരു സാധനം ഞാൻ സെറ്റ് ചെയ്തൊരു ഡിസൈൻ മാത്രമേ കൊടുത്തുള്ളൂ. പറഞ്ഞിട്ട് എല്ലാം സെറ്റ് ചെയ്തു. പിന്നെന്താ സെറ്റ് ചെയ്യാം. ഓക്കെ, കൊള്ളാം. ഇവനിപ്പോ ശരി ചെറിയ പ്രശ്നം നമുക്ക് ഹോംലി അപ്പിയറൻസ് കിട്ടുമെന്നില്ലേ. എനിക്ക് നന്നായൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. നമുക്കിനി ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് നമുക്കിനി കുറെ ആൾക്കാരെ ഞെട്ടിക്കാറുണ്ടോ. ഞെട്ടുവാടാ നിന്റെ എനിക്കിഷ്ടപ്പെട്ട. എന്തായാലും വെറൈറ്റി ആണ്, ആൾക്കാർ എന്തായാലും ചോദിച്ചിട്ട് മനസ്സിലാവുള്ളൂ. അതാണ് സംഭവം. ഒറ്റടിക്ക് ആർക്ക് കണ്ടാലും എന്തായാലും മനസ്സിലായത്. അതാണ് എനിക്ക് വേണ്ടത്. ഓക്കെ, അപ്പം താങ്ക് കൂടാ. ഓക്കെ. അയ്യോ, ആരും തൊട്ടു ചായ. ഓക്കെ ഗൈസ്, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. സാധനം അടിച്ചു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഏതാണെന്നുള്ള റിയാക്ഷൻ അടിക്ക് അറിയാൻ പറ്റുന്നത് അവിടെ ചെല്ലുമ്പോഴത്തേക്കും. ഷിബുവിനെ ഞാൻ വിളിച്ച് വീഡിയോ ക്ലിപ്പ് കാണിച്ചു, ടാറ്റു അടിക്കാൻ കാണിച്ചു കൊടുത്ത് അവിടെ എക്സ്പ്രഷൻ ഇടാൻ തയ്യാറായിട്ട് നിൽക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എന്തെങ്കിലും ഓക്കെ പറഞ്ഞ ശരിക്കും നല്ലതായിരിക്കും, എനിക്കറിയാം. ഓക്കെ ഗൈസ്, നമ്മളിവിടെ നിന്ന് ഇറങ്ങട്ടെ. എടാ താങ്ക് യു. ചായ കുടിച്ചിട്ടുണ്ട്. താങ്ക് യു. ഒരു ചെറിയ നിമിഷത്തിൽ നീ സെറ്റ് ചെയ്യുന്നതിന് നന്ദിയുണ്ട്. ഗൈസ്, ഇവൻ്റെ പേജും ബാക്കി ഡീറ്റെയിൽസ് ഞാൻ കൊടുത്തേക്കാം. ലൊക്കേഷൻ നീ കൊടുത്തോളൂ. വാട്സപ്പ് മെസ്സേജ് ഒരാഴ്ച കൊടുത്തോളൂ. ഡിസ്ക്രിപ്ഷൻ ഇട്ടേക്കാം. നമ്പർ ഇടണം. ആടാ നമ്പർ ഇട്ടേക്കാം. അപ്പം നമ്പരും ഇൻസ്റ്റാഗ്രാം ഐഡിയും കൂടി കൊടുത്തേക്കാം. ഓക്കെ, വേണം നിന്റെ ഒന്ന് പറഞ്ഞിട്ട് പേജിന്റെ പേര് പറഞ്ഞു. ഫസ്റ്റ് ലെറ്റർ ബീറ്റാറ്റു. അത് ഏകദേശം അതുപോലെയൊക്കെ വരും നമ്മുടെ ടാറ്റു. ഓക്കെ, നമ്മൾ നേരത്തെ ഇരിക്കട്ടെ എറണാകുളത്തേക്ക്. ഗൈസ്, അങ്ങനെ ടാറ്റു അടിച്ച് എല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ റൂമിലെത്തിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സൈറ്റ്മെന്റ് കൊണ്ട്
എന്തായിരിക്കണം അവരുടെ റെസ്പോൺസ്? നിനക്ക് വല്ല എന്തെങ്കിലും പേടിയുണ്ടോ? പരീക്ഷ അല്ലടാ എക്സൈറ്റ്മെന്റ് സാരം ചേച്ചി കൂടെ കാണിക്കണല്ലേ. അങ്ങനെ ടാറ്റു ഇല്ല, ഞാൻ മറന്നു. മറന്നു പോയാടാ നീ ഇത്ര അവിടെ ഞാൻ മറന്നു. നീ അതിന്റെ ഒരു ഫീലിലും അല്ല ഇരിക്കണേ. അടിച്ചു കഴിഞ്ഞ് നീ അത് അതിനടുത്തിട്ട് ഹാങ് ഓവർ കിളി പോയി. സെറ്റല്ലേ? ചെറുതായി പോയി. അത് ചെറുതാണല്ലേ. അയ്യോ എനിക്കത് എക്സൈറ്റ്മെന്റോട് ഇങ്ങനെ തികട്ടി കയറി വരുന്നത്. സോ നമുക്ക് നിന്റെ സ്റ്റേഡിയത്തിൽ ഇപ്പം നിതിനും അതിന്റെ സ്റ്റേഡിയത്തിലേക്ക് വരുവാണ്. അവിടെ എല്ലാവരും ഉണ്ടെന്ന് ഇപ്പൊ അറിയാൻ കഴിഞ്ഞത്. സോ ലെറ്റ്സ് ഗോ ആൻഡ് കാണിക്കാം, അവരെ റിയാക്ഷൻ എടുക്കാം എന്തായിരിക്കും. യു വാണ്ട് ടു സീ സംതിങ്? എന്റെ പേരെടാ എന്നോട് ചോദിച്ചു. ഏത് ഭാഷ അത്? എല്ലാം റില്ലൊരു എന്താ നിനക്കൊരു യാതൊരു റിയാക്ഷൻ ഇല്ല? ഇല്ല, നീ ഇതിന് ആദ്യം ഡിസൈൻ കാണിച്ചു തന്നു. ആ ഡിസൈൻ മാറ്റിയേ, ആ ഡിസൈൻ മാറ്റി ഈ ഡിസൈൻ ആക്കി. ഒറിജിനലാടാ, ഒറിജിനലാടാ. ഓജി ബ്ലഡ് വന്ന നടക്ക്. സൂചി കുത്തി കയറിയല്ല, അത് കാരണം ബ്ലഡ് വന്ന മനപ്പുറം കുത്തി കയറ്റിയായിരിക്കും. നോ എങ്ങനെയാ ഒപ്പീനിയൻ പറയടാ. നീ പറഞ്ഞ് പറയിപ്പിച്ചായിരുന്നു, ഒരിക്കലും ഞാൻ പറയില്ല. ചെറുതായി പോയണ്ട വെറൈറ്റിയാടാ. അപ്പൊ നീ ഇപ്പഴത്തെ കയ്യിൽ ടാറ്റു ഉണ്ടോ? നീ എന്താ പറയും? അതാണ് ഐ ഹാവ് സംതിങ് ഫോർ ഗിഫ്റ്റ് ഒന്നുമല്ല, അതല്ല. ഇന്ന് വൈകിട്ട് എന്റെ പേരാണത്. ആക്ച്വലി പാടോടും വായിക്കാനായിട്ട്. ആറൊക്കെ ഉണ്ട്, അത് പല വെറൈറ്റി അക്ഷരത്തിലാന്നുള്ളു. നോക്കണം, എന്റെ പേരാണ് അത്ര അറിഞ്ഞ. കെ ഉണ്ട്. ആഫ്റ്റർ കെയർ ചെയ്യണം. അത് മറ്റേ മോയ്സ്ചറൈസർ വാങ്ങിച്ചു വെക്കണം. നല്ല സ്ഥലത്ത് അടിച്ചു, നല്ല വേദന ഉണ്ടായിരുന്നു. അല്ല ഈ സ്ഥലത്തെ അടിച്ച സ്ഥലം നല്ല ഒട്ടും വേദന സ്ഥല. ഈ കയ്യിലൊന്ന് ട്രൈ ചെയ്താലോ? ഇത് എവിടെ ആയിരുന്നു മോനെ? ആണാ? എന്ത് സാധനം എന്ത് ഐറ്റം? എന്റെ പേരടാ, എന്റെ പേരാണത്. എന്ത് ഇതാ? ആ കേക്ക് ഇവിടെ. നിന്റെ കുട്ടിക്ക് എങ്ങനെ ഇസഡ്? അത് വേറെ ലാംഗ്വേജിൽ ഇതാക്കി വെച്ചിരിക്കണ, സൈൻ ലാംഗ്വേജിലൊക്കെ. എടാ ആണ്ടാ, കൊള്ളാം സാധനം. സാധനം കൊള്ളാം, നൈസ് അല്ലേ? അതിന്റെ സ്മൈലൊക്കെ നിന്റെ പേരിന്റെ ഒന്നും അല്ലല്ലോ. എന്ത് സംഭവം ശരിയും പറ. എടാ എന്റെ പേരാടാ, സത്യമായിട്ട് എന്റെ പേരാണ്. അപ്പൊ ഇത് ഏതാ ലാംഗ്വേജ്? അത് ഏതൊക്കെയോ ലാംഗ്വേജ് ആണ്. ഏത് ലാംഗ്വേജ് നിനക്ക് ചോദിച്ചു. ഞാനൊരു ഡിസൈൻ ഒരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ വന്നതാണ് ഇതൊക്കെ. എവിടെ പഠിച്ചു? അവിടെ ബീറ്റാറ്റ് എന്ന് പറയുന്ന സ്റ്റുഡിയോയില്, നാട്ടിലുള്ള സാധനം തെറ്റല്ലേ? അടിച്ചിരിക്കുന്ന സാധനം തെറ്റല്ലേ? വേറെ എന്തിനും അടിച്ചേ? ഇല്ല പോടാ മാറി. നിനക്കറിയാം, നിനക്കറിയാം നിനക്ക് അങ്ങനെ ഒരു ഇതുണ്ടെന്നല്ലേ. നിനക്കറിയാം നിനക്ക് ബാക്കിയുള്ളവർക്ക് ഇത് കാണാൻ ഇഷ്ടം എന്നുള്ളത്. ഇന്നടിച്ചില്ല സത്യം മനസ്സിലാകുന്ന രസമുണ്ട്. അതാണ്. എടാ എന്റെ പേരാണ്, അതിൽ സ്മൈലുണ്ട്. പേരാണ് എന്റെ. ഏത് ലാംഗ്വേജിലെ പേര് ഒന്ന് പറഞ്ഞേ. ഏത് ലാംഗ്വേജ്? ഞാൻ എന്റെ പേരെന്ന് പറഞ്ഞു. ഞാൻ എന്തൊക്കെയാ അക്ഷരം കാണിക്കാം. എന്നെ അവിടെ ഉണ്ട്, നീ നോക്ക്. എന്നുണ്ട്, കെ ഉണ്ട്, യു ഉണ്ട്, TTY ഉണ്ട്. കേക്ക് തപ്പിപ്പിടിക്കാൻ കുറച്ച് പാടുവിടാ. എന്ത് സാധനം? പി ആണോ ക്യൂ ആണോ? അതൊക്കെ വേറെ ലാംഗ്വേജ് ആണത്. ഉളുപ്പില്ലേ അടിച്ച സാധനം തെറ്റിട്ട് ഇങ്ങനെ. എടാ ഒറിജിനൽ ആണത്, ഓജി ആണത്. നല്ലതാ, നല്ലതേ ഒരു കുട്ടിക്ക്. അപ്പൊ നീ ഇപ്പഴത്തെ ചാറ്റ് നീ കണ്ടിട്ടില്ല? ഇത് സ്മൈലി, ഇത് ടാറ്റു തന്നെയാ? അല്ലല്ല, ഇത് ടാറ്റു വ്യത്യാസമുണ്ട്. ഇത് പെട്ടെന്ന് പോകുന്ന സാധനമാ, മഷിയാ.
അല്ലേ? ആക്കടാ ഓക്കെ ശരി. ഹലോ ചുകുമ, നോക്കോ ചുകുമ, എന്താ കോൺസെപ്റ്റ്? എന്റെ പേര് എവിടെ നാറിക്കുട്ടീനെ എഴുതിയേക്കണത്? ഓടേ ഓടേ ഞാൻ പോസ്റ്റ് നാറിയെ കുട്ടീന്നായിരിക്കും. നാറിയെ കുട്ടി ഇവന്റെ പേരൊന്നും ഇതിനകത്ത് എവിടെ കാണണല്ലോ. കാണിച്ച് അത് അതാകെ റിവീൽ ആക്കിയിട്ടില്ല. സിനിമയിലെ പോലെ ഇല്ലടാ അത്, മറ്റേ റോക്കിയുടെ മറ്റേതാന്നേ, മറ്റേ സംഭവം അടിച്ചു വിട്ടേക്ക. കിട്ടി അത് ഇവിടെ എംബ്ലം. ഈ മുഖം കണ്ടാ മതി. ആ എടുത്തോണ്ട് ചെറുക്കൻ നാട് കാണാൻ വന്നേക്കോണ്ട കാട്ടീന് ഒക്കെ ചാടി വന്നേക്കാണ് ഇവിടെ. പോസ്റ്റിൽ ചാടിയിരിക്കാൻ വന്നിട്ടുള്ളത്. KCB എവിടെ ചോദിച്ചാൽ ജോലി ഇടാ വെച്ച കേസിലാ പറഞ്ഞേ. എന്താ ജോലി? പോസ്റ്റ്. ഞാൻ പോയി. നല്ല നല്ല സാധനം സെറ്റ് അല്ലേ? വെറൈറ്റി ഡിസൈൻ, വെറൈറ്റി ഡിസൈൻ അല്ലേ? നല്ല പെർഫെക്ഷൻ, അടിപൊളി. ആ നിന്റെ എല്ലാം എഴുതിയിട്ടുണ്ടല്ലേ ഇതിന്റെ ഉള്ളിൽ? ഇത് കൊള്ളാല. നിനക്ക് ഇത്രയും ബുദ്ധിയൊന്നും വന്നിട്ടുണ്ടാവില്ല. ഇത് ആരാ പറഞ്ഞു തന്നെ? അതൊക്കെ നമ്മൾ ചെയ്യിപ്പിച്ചെടുത്ത് ഇതൊക്കെ പിടി സാധനമൊക്കെ ഉണ്ടോ? അടിപൊളിയുള്ളൂ, നല്ല കളറുള്ളൂ. എത്ര ഇത് നമ്മളവിടെ ബി സ്റ്റുഡിയോ, ബി ചാറ്റു എന്ന് പറഞ്ഞ സ്റ്റുഡിയോ ആലപ്പുഴയില്ല. ആ ചേർത്തല. ആ പയ്യൻ അവൻ വീട്ടിൽ ചെയ്യുന്ന നൈസായിട്ട് നമ്മൾ ഡിസൈൻ കാണിച്ചത് ബ്രോ അവൻ സെറ്റ് ആക്കി എടുത്ത്. അടിപൊളി വർക്കടാ, സൂപ്പർ. ഓക്കെ, ഇന്നലെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. രാത്രി അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന വെളുപ്പം കാലത്താണല്ലോ, പിന്നെ ഒന്ന് ഉറങ്ങുക എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം. ഇറ്റ്സ് ടൈം ടു റിവീൽ ദ സാധനം. ഇറ്റ്സ് ടൈം ടു റിവീൽ ദ ടാറ്റു. എങ്ങനെ കാണാം? ഓക്കെ, റിവീൽ ചെയ്തിട്ടുണ്ട്. ഇതാണ് സാധനം. ഇവിടെ കണ്ടില്ലെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സൈഡിലോ ഇങ്ങനെ ടാറ്റു റിവീൽ ചെയ്യേണ്ട ഒരു സാധനം കൊടുത്തേക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. എൻ്റെ പേരാണിത്. ഞാൻ ChatGPT ചോദിച്ച് എൻ്റെ പേര് ഇങ്ങനെയൊക്കെ തരുന്നത്. ആ പ്രോംപ്റ്റ് ഞാൻ മറന്നുപോയി. അപ്പം ആ പ്രോംപ്റ്റ് ഞാൻ എന്താണെന്ന് ഓർക്കുന്നില്ല. അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് ഞാൻ ഇതാക്കിയത്. എൻ്റെ പേര് ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഒരു ടോക്കറ്റീവ് സാധനമാണ് പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോഴത്തേക്ക് എനിക്ക് തന്നൊരു മോഡലാണിത്. ChatGPT സഹായത്തോടെ അടിച്ച ടാറ്റുവാണിത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ടാറ്റുവിനെ കുറിച്ചുള്ള അഭിപ്രായം എന്താ വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കുമ്പോഴേക്കും വണക്കം.